ശക്തമായ മഴയിൽ കുറ്റിയാട്ടൂർ പാവന്നൂർ കടവിൽ വാഴകൃഷി നശിച്ചു. പാവന്നൂർ മെട്ടയിലെ അസീന മൻസിലിൽ അബ്ദുൽ അസീസിന്റെ വാഴകൃഷിയാണ് നശിച്ചത്. അധികൃതർ അവഗണിക്കുന്നതായി അബ്ദുൽ അസീസ് ആരോപിച്ചു. കുറ്റിയാട്ടൂർ പാവന്നൂർ കടവിലെ പുഴയോരത്ത് ഓരോ വർഷവും 3.5 ഏക്കറിൽ കാടുവെട്ടി നശിപ്പിച്ചാണ് അബ്ദുൽ അസീസ് കൃഷി നടത്താറുള്ളത്. കഴിഞ്ഞ 7 വർഷത്തോളമായി അബ്ദുൽ അസീസ് വാഴകൃഷി നടത്താൻ തുടങ്ങിയിട്ട് 10,000-ലധികം വാഴകൾ ഇദ്ദേഹം നട്ടിരുന്നു. ഇത്തവണ കാലവർഷത്തിൽ കാറ്റിലും മറ്റും കുലയ്ക്കാറായ നേന്ത്രവാഴകൾ മുഴുവൻ നിലംപതിച്ചു. നഷ്ടങ്ങളുണ്ടായിട്ടും കണക്കെടുക്കാനോ സ്ഥലം സന്ദർശിക്കാനോ കൃഷിഭവൻ അധികൃതർ എത്തിയില്ല. കുറ്റിയാട്ടൂർ കൃഷിഭവൻ അധികൃതർ അവഗണിക്കുകയാണെന്ന് അസീസ് പറയുന്നു. ഈ കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ പിന്നെ 500 മീതെ വാഴ നശിച്ചിട്ടുണ്ട്. അതിൽ അപേക്ഷ കൃഷി ഓഫീസിൽ കൊടുത്തിനെങ്കിലും കൂടി ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. അപ്പം കണ്ണൂർ ജില്ലയിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10,000 മീതെ വാഴ കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്ര ഏതായാലും കണ്ണൂർ ജില്ലയിൽ നോക്കിയിട്ട് ഉണ്ടാകുന്ന ആളില്ല. പക്ഷേ അപേക്ഷ കൊടുത്തതിന് ശേഷം ഇന്നലെ എന്നോട് പറഞ്ഞത് നികുതി ഷീറ്റിൽ പുതിയ നികുതി ഷീറ്റ് പോകണം. അപ്പം ഞാൻ സ്ഥിരമായി കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ എന്നിട്ടാകുമ്പം വന്നു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ സമയം അത്രയായിട്ടും വന്നില്ല. തിങ്കളാഴ്ച കൃഷി ഇതായതിനു ശേഷം കൃഷി ഓഫീസിലേക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ ഓൺലൈനിലാക്കണമെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിലാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇത്രയും വലിയ കൃഷി ചെയ്യുന്ന എന്നെ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും തരം താഴ്ന്ന ഒരു വാഴ പോയ ഇത് കൃഷി ഓഫീസിൽ നിന്ന് അംഗീകരിക്കുന്നില്ല. മുൻപ് പ്രളയത്തിലും മറ്റും 10 ലക്ഷം രൂപ വരെ നഷ്ടം വന്നപ്പോഴും അബ്ദുൽ അസീസ് കൃഷിയിൽ നിന്ന് പിന്മാറിയില്ല. വീട്ടുകാരും കർഷക സുഹൃത്തുക്കളും ഒപ്പമുള്ളതിനാൽ അസീസിന് കൃഷി തന്നെയാണ് ജീവിതം. ഒഴിവു സമയങ്ങളിൽ പാവന്നൂർ മെട്ടയിലെ ഓട്ടോ സ്റ്റാൻഡിൽ തൊഴിലാളിയായും അസീസ് എത്താറുണ്ട്. കൃഷിനാശം കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് അസീസ് ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.